ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നന്നാവില്ല. അത് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിനാണ് തെറ്റിയാ പോട്ടോ. ആ ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ പേരിൽ അവിടെയും തെറ്റാം. നല്ലോണം കരുതണം. ആ തെറ്റിൽ തെറ്റുമ്പോഴാണ് പലർക്കും ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ പേരിൽ പലരും പടച്ചോനാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ പടച്ചോനാന്ന് പറയുന്നത്. ആ അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ പ്രവണത നമ്മൾ കടന്നു വരികയാണ്. പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് റെഡിയാ. അവിടെ പിന്നെ ഒരാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പടച്ചോനാന്ന് തോന്നാൻ പാടില്ല. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. ഇലാഹാണ് എന്ന വീക്ഷണം അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലരെന്ത് ചെയ്യും, ഇത് തലക്ക് പിടിച്ചിട്ട് പലപ്പോഴും ബഹുമാനം മറന്നു പോകുന്നവരുണ്ട്. ബഹുമാനം മൂത്തിട്ട് അള്ളാനെ മറന്നു പോകുന്നവരുണ്ട്. രണ്ടും അപകടം. ഇത് തുറന്നു പറയാൻ പ്രയാസമാണ്. രണ്ടും അപകടം. ഇന്നത്തെ പുതിയ പ്രവണത അങ്ങോട്ടെത്തിയിരിക്കുന്നു. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സിയുമ്പലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് ഇബാദത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട സിഎംബിൽ എന്ന് പറഞ്ഞതാ. അതിന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുൻപ് അവിടുന്ന് ചൊല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവർ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല.